ഡേ 6 റണ്ണിങ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു 2 hours ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി, ജസ്റ്റ് ഫോർ എക്സസൈസ്. സോ ഓക്കെ ആയിരുന്നു, വലിയ ടയേർഡൊന്നുമില്ല. അതിനുശേഷമായിരുന്നു റാപ്പിഡ് ബുക്ക് ചെയ്ത് എനിക്കും ആ ലൊക്കേഷനും ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ സ്ഥലത്തിൻ്റെ പേര് JP നഗറിലുള്ള ഉറുവായിരുന്നു. അത് ഓൾറെഡി നമ്മൾ ആ ഉറു എന്നുള്ള സ്ഥലമല്ല, ഉറു എന്നുള്ളൊരു പബ് ആൻഡ് ഹോട്ടലാണ്. അവിടെ ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിസർവ് ചെയ്ത ഈ ഒരു കംപ്ലീറ്റ് പ്ലേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാട്ടിലെ ഈ സേവ് ദ ഡേറ്റും പ്രീ വെഡിങ് ഷൂട്ടിങ്ങും എടുക്കാൻ പറ്റിയ പോലുള്ള ഒരു സ്ഥലമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവിടെ എത്തിയത് തന്നെ, അവിടെ ഡെക്കറേഷൻ്റെ വലിയ ഡെക്കറേഷനും ഇല്ലെങ്കിലും ഒരു നോർമൽ രീതിക്ക് അവരൊരു ഹീലിയം ബലൂണും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ സിസ്റ്ററും 2 പേരും കൂടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയാൽ 8,000 രൂപ ഡെക്കറേഷന് പോകും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് തുടങ്ങി. അപ്പോഴായിരുന്നു ഊബർ ഡ്രൈവർ കോൾ ചെയ്തത്. കേക്ക് വന്നായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊരു സർക്കസ് അല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നല്ല ഡെക്കറേഷനുള്ള ഒരു വലിയ കേക്കായിരുന്നു സ്റ്റെപ്പ് കേക്ക്. ആ സ്റ്റെപ്പ് കേക്കിൽ ഒരു സർക്കസിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെടുത്തു. ലൈഫിൽ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവില്ലേ, ആ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് ഈ മുന്നിൽ നടന്നു പോകുന്നത്. അതെൻ്റെ ബ്രദറായിട്ട് വരും. എന്നിട്ട് ഞങ്ങളവിടെ പോയി റീച്ചാകുമ്പോൾ സത്യത്തിൽ അവളവിടെ ഒന്നും ചെയ്യുന്ന പോലെ ഫുൾ ആക്ടിങ്. പിന്നെ അത് കഴിഞ്ഞത് എൻ്റെ ഓൺ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും റീച്ചായി. അതിനുശേഷമായിരുന്നു നമ്മുടെ ഹീറോൻ്റെ ഇൻട്രോ. കാരണം ഞങ്ങളെ കാണുമ്പോൾ പൊതുവേ അവനൊരു പുച്ഛം എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അവന് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ചിരിക്കുള്ളൂ, നമ്മളെ കാണുമ്പോൾ ഫുൾ പുച്ഛം. അതിനുശേഷം ആ ഒരു ഇൻട്രോ കിട്ടിയില്ലേ, ആ കുട്ടിയുടെ അച്ഛനാണത്, ഡാഡ്. അപ്പോൾ എല്ലാവരും കൂടെ ഫുൾ പ്ലാനിങ്. എല്ലാവരും പറയില്ലേ, കാരണം ഒരാളുണ്ടെങ്കിൽ അത് വർക്കൗട്ടാകും. എല്ലാവരും കൂടെ ആകുമ്പോൾ പ്ലാനിങ് മാത്രമേ ഉള്ളൂ, ഫുള്ള് പ്ലാനിങ്. ഇതാണ് ഫൈനലായിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ. കണ്ടില്ലേ, സർക്കസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, സർക്കസ് റിലേറ്റഡുള്ള കേക്ക് പോലെ. എന്നിട്ടൊരു ഫാമിലി ഫോട്ടോ എന്നുള്ള രീതിക്ക് എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അവന് ഗിഫ്റ്റ് ചെയ്തത് ഗോൾഡൻ റിങ് ആയിരുന്നു. ആ ഗോൾഡൻ റിങ് ഇപ്പോൾ ഐ തിങ്ക് റേറ്റ് പറയാൻ പാടില്ല, എന്നാലും ഗോൾഡ് കണ്ടപ്പോൾ അവൻ ഫുൾ ഹാപ്പിയായി. ബാക്കിയുള്ള ഗിഫ്റ്റൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. ഗോൾഡ് കണ്ടപ്പോൾ ഒരു സന്തോഷം നോക്കുന്നു. അത് കഴിഞ്ഞ് ഗോൾഡൊക്കെ സെറ്റ് ചെയ്തു. ഇനി നോർമൽ ഗിഫ്റ്റ് കൊടുക്കണ്ടേ, പക്ഷെ ഒരു ഗോൾഡ് അല്ലാതെ വേറൊരു ഗിഫ്റ്റും അവൻ ഏൽക്കുന്നില്ല. ഗോൾഡ് ഇട്ട് കൊടുത്തപ്പോൾ മാത്രം ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഓൺ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡിൻ്റെ റിങ്ങും പ്ലസ് ഒരു ഗിഫ്റ്റും മേടിച്ചായിരുന്നു. പക്ഷെ അവൻ ആ ഗിഫ്റ്റിൽ വലിയ താല്പര്യമില്ല. അതൊരു ഗോൾഡ് ആണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ഹാപ്പി. എന്നിട്ട് ഞാനത് സറൗണ്ടിങ് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ ഫാമിലി മാത്രമല്ല, എല്ലാവരുടെ ഫാമിലി ഫ്രണ്ട്സ് അവിടെ എല്ലാവരും ഫുൾ ക്രൗഡഡ് ആയിരുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു പോട്ട് മേക്കിംഗ്. ഈ പോട്ട് മേക്കിംഗ് ഒരാൾ ചെയ്യാൻ തന്നെ 200 രൂപ പേയ്മെൻറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എല്ലാ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. പോട്ട് മേക്കിംഗ്, അതുപോലെ ആ ബാസ്ക്കറ്റിലിടുന്ന പോലെ എല്ലാത്തിനും ഗിഫ്റ്റ് ഉള്ളത് കൊണ്ട് എല്ലാ ആൾക്കാരും ട്രൈ ചെയ്യുന്നുണ്ട്. പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഫുൾ അൺലിമിറ്റഡ് ഫുഡ് പേ ചെയ്യുന്നുണ്ട്. ഇന്നലെ അൺലിമിറ്റഡ് ഫുഡ് കഴിച്ച് ഫൈനലായിട്ട് ആ ഹീലിയം ബലൂൺ ഒരു 2 hour ആയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത ഹീലിയം ബലൂൺ കട്ട് ചെയ്തു ഫൈനൽ ടച്ചായിട്ട് ഞങ്ങളത് പറപ്പിച്ച് വിട്ടു. ഇപ്പോൾ ഈ ഒരു ഫങ്ഷൻ, ഈ ഒരു ഏരിയ, ഈ ഒരു വൈബ് എന്നല്ല, പക്ഷേ ഈ ഒരു പ്ലേസും ഇതിന് എമൗണ്ടുമായിട്ട് ടോട്ടൽ എമൗണ്ട് 17,500 ഫോർ 12 members ആയിരുന്നു. സോ നല്ല വൈബായിരുന്നു.